നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യുകയും ചെയ്യണം. വേറൊരു ഭാഗത്ത് സാമ്പത്തിക വികസനം അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. സ്വകാര്യ നിക്ഷേപം ഒരു ബിസിനസ്സാണ്. സാധാരണ പറയാറുള്ള പോലെ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ഡു ബിസിനസ്. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ ആവാൻ മാത്രമേ പാടുള്ളൂ. എഡ്യൂക്കേഷൻ ഫണ്ടിങ് മോഡൽസ് നിങ്ങൾ ലോകത്ത് മൊത്തമുള്ള എഡ്യൂക്കേഷൻ ഫണ്ടിങ് മോഡൽസ് എടുത്തു നോക്കൂ. അലുമിനായി ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ വ്യാപകമായി ഉണ്ടായിരുന്നു. പക്ഷേ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി കടന്നതായിട്ട് കാണുന്നില്ല. അതേസമയം വലിയ നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ ചുമത്താതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും മേൽ കഴിഞ്ഞ ബജറ്റിൽ ചുമത്തിയ സെസ് പിൻവലിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചെങ്കിലും അത് പിൻവലിക്കുന്നതിൽ നിന്ന് ധനമന്ത്രി മാറി നിൽക്കുകയും ചെയ്തു. മൊത്തത്തിൽ ഒരു പുതിയ ദിശാമാറ്റത്തിൻ്റെ സൂചന ധനമന്ത്രിയുടെ ബജറ്റിലുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക അവഗണന കേരളം നേരിടുന്നു എന്ന വിമർശനം കേരളത്തിൽ ശക്തമാവുകയും അത് സംബന്ധിച്ചുള്ള കണക്കുകൾ അവതരിപ്പിക്കപ്പെടുകയും പ്രത്യക്ഷമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് കേരള സർക്കാർ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാമ്പ്രദായിക സാമ്പത്തിക നയസമീപനങ്ങളിൽ നിന്ന് മാറും എന്ന സൂചന ധനമന്ത്രിയുടെ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബജറ്റുമായി റിലേറ്റ് ചെയ്ത പ്രത്യേക അവലോകന പരിപാടിയിൽ നമുക്കൊപ്പം ഉള്ളത് ഗുരുവായൂരപ്പൻ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ അനിൽ വർമ്മയും ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കാലിക്കറ്റിൻ്റെ മുൻ പ്രസിഡൻറ്റ് റാഫി പി ദേവസിയുമാണ്. അത് ഞാൻ റാഫി പി ദേവസിയോട് ചോദിക്കാം. ഈ സാധാരണ ഇടതുപക്ഷ സർക്കാരുകൾ അവതരിപ്പിക്കുന്ന ബജറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഈ ബജറ്റ് പ്രസംഗത്തിൽ കണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്ലാൻ ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എടുത്തു പറയുകയാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 3 ലക്ഷം കോടി 3 വർഷം കൊണ്ട് സ്വരൂപിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള രീതിയിലാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നുന്നത്. അതിനനുസരിച്ചുള്ള സപ്പോർട്ടിങ്സ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അവിടേക്ക് കടന്നു വരുന്ന സംരംഭകർക്ക് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇതിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അനിലിന് എന്ത് തോന്നുന്നു? കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അത് ഉന്നത വിദ്യാഭ്യാസം, കായികം, ടൂറിസം, പിന്നെ മറ്റ് വികസന പദ്ധതികൾ, ഇതിലൊക്കെ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം കൂടുതൽ ആകർഷിക്കാൻ പാകത്തിൽ ആണ് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ. ഇത് വെറും പ്രഖ്യാപനം മാത്രമല്ല, ഇതിൻ്റെ ഓരോന്നിൻ്റെയും തുടർച്ചയായിട്ട് ധനമന്ത്രി പറയുന്നുണ്ട് അതിനാവശ്യമായ നിയമ മാറ്റങ്ങൾ വൈകാതെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അതെ, അത് ശരിയാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷിച്ചുകൊണ്ട് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗമായാലും ബാക്കി വ്യാവസായിക രംഗമായാലും വലിയൊരു മാറ്റത്തിന് നമ്മളൊരു സൺറൈസ് ഇക്കോണമിയിലേക്ക് പോകുകയാണെന്ന് ധനമന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലൊരു സൺറൈസ് ഇക്കോണമി മൊത്തമായിട്ടൊരു പബ്ലിക് സെക്ടറിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു സന്നിഗ്ധാവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം മുൻപ് ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഈ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് മാധ്യമങ്ങളായാലും പ്രതിപക്ഷമായാലും ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലും ഭീകരമായ ഒരു സത്യം എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സ്റ്റേറ്റിൻ്റെ റവന്യൂ ഫ്രണ്ടിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഫിസ്ക്കൽ ഫ്രണ്ടിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ രീതിയിലേക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ ഈ പറഞ്ഞതുപോലെ യാതൊരു തെറ്റുമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അത് കൃത്യമായിട്ട് ഏത് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും പബ്ലിക് സെക്ടർ ഒരു പശ്ചാത്തല സൗകര്യ വികസനം നടത്തിയ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്വകാര്യ നിക്ഷേപത്തെ ക്രൗഡിൻ ചെയ്യുകയാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്വകാര്യ നിക്ഷേപത്തെ ക്രൗഡിൻ ചെയ്യുകയാണെങ്കിൽ അത് സാമൂഹികമായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായി സ്വകാര്യ നിക്ഷേപം ഈ മേഖലകളിൽ ആകർഷിക്കുന്നത് കൊണ്ടൊരു
തെറ്റും അതിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന പോലെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ അപ്രമാദിത്വം ഇല്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിന് സാമൂഹികമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകൾ വരുന്നു, വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കും എന്ന് ധനമന്ത്രി എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ധനമന്ത്രി. ഒരുപക്ഷെ അതും വന്നേക്കാം. ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഈ സ്വകാര്യ നിക്ഷേപത്തെ വലിയ തോതിൽ എതിർത്തിരുന്നു ഇടതുപക്ഷം നേരത്തെ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഏതാണ്ട് നേരത്തെ മുതൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുകയും വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. പക്ഷേ ഈ പോളിസി ഷിഫ്റ്റ് ഈ സർക്കാരിനെ സംബന്ധിച്ചും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ചും ഒരു ക്രൈസിസ് ആയിട്ട് മാറില്ലേ? അല്ല, ആണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് അത് വലിയൊരു ക്രൈസിസിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ലോകം മുഴുവനും മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി, സാമൂഹിക നിയന്ത്രണങ്ങൾക്ക് വിധേയമായി, ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് സംസ്ഥാനത്ത് തുടങ്ങുന്നത് സംസ്ഥാനത്തിൻ്റെ ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഉദാഹരണമായിട്ട് ഇത് സ്വകാര്യ നിക്ഷേപം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ പുറത്ത് പോയി PhD ചെയ്യുന്ന വിദ്യാർത്ഥികൾ തിരിച്ച് ഒരു വർഷം ഇവിടെ വന്ന് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങളോടുകൂടി സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വിദേശ സർവകലാശാലകളിലെ സിലബസിൻ്റെത് പോലെ തന്നെ നമ്മളുടെ 4 വർഷത്തെ സിലബസുകളിലേക്ക് ചേഞ്ച് ചെയ്യുക തുടങ്ങിയ ഒട്ടനവധി മാറ്റങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കമ്പോണൻ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഘടകം എന്നുള്ള രീതിയിലാണ് സ്വകാര്യ നിക്ഷേപവും അനുവദിക്കാം എന്നുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്താം എന്നുള്ള രീതിയിൽ പറയുന്നത്. അല്ലാതെ ഏത് രീതിയിലാണ് നമ്മൾക്ക് ഇപ്പം പബ്ലിക് സെക്ടറിൽ തന്നെ ഫണ്ട് മൊബിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് ഫണ്ട് മൊബിലൈസ് ചെയ്യുക? ബാക്കി പല മോഡലുകൾ നമ്മളുടെ മുന്നിലുണ്ട്. ആ മോഡലുകളെല്ലാം പരിഗണിക്കുന്ന കൂട്ടത്തിൽ അതിലൊരു ഘടകം എന്നുള്ള രീതിയിൽ സ്വകാര്യ നിക്ഷേപവും പരിഗണിക്കാം എന്നുള്ളതാണ് ധനമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഈ സ്വകാര്യ നിക്ഷേപം പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുബന്ധമായി നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ, ഡെവലപ്മെൻറ്റ് സോണുകളായിട്ട് സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും, അതിൽ പ്രത്യേകിച്ചും പ്രവാസികളുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് സോണുകൾ വികസിപ്പിക്കും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം കായിക മേഖലയിലാണ്. കായിക മേഖലയിൽ ഇപ്പോൾ തന്നെ വലിയൊരു കോൺക്ലേവ് നടത്തുകയും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ സർക്കാരിന് മുമ്പിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ടൂറിസം സെക്ടറാണ്. ടൂറിസം സെക്ടറിൽ ഈ വർഷം തന്നെ ഏതാണ്ട് 5000 കോടിയുടെ നിക്ഷേപം സർക്കാർ പ്രതീക്ഷിക്കുകയാണ്. അതിന് പാകത്തിലുള്ള ഇപ്പോൾ 10000 ഹോട്ടൽ മുറികൾ ഒരു വർഷത്തിനകം ആവശ്യമായി വന്നേക്കാം കേരളത്തിൻ്റെ ടൂറിസം രംഗത്തെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ എന്ന് ധനമന്ത്രി പറയുന്നു. ഇത്രയും ഒരു വർഷം കൊണ്ടൊക്കെ 5000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരാൻ പാകത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത്, സ്വകാര്യ നിക്ഷേപം ഒരു ബിസിനസ്സാണ്. സാധാരണ പറയാറുള്ള പോലെ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ഡു ബിസിനസ്. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ ആവാൻ മാത്രമേ പാടുള്ളൂ. അല്ലാണ്ട് ഗവൺമെൻറ് നീഡ് ഡു എനി ബിസിനസ്. അവർക്ക് ഗവേൺ ചെയ്യുക, അങ്ങനത്തെ സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക, ജനറൽ ഹെൽത്ത് നോക്കുക എന്നല്ലാണ്ട് മറ്റ് ബിസിനസ്സുകളൊക്കെ സ്വകാര്യം തന്നെയാണ് ചെയ്യേണ്ടതാണ് ഇപ്പം എന്നെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എന്ത് നിക്ഷേപം ആര് നടത്തുകയാണെങ്കിലും അവർക്ക് നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതേ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾ ഏതൊരു സ്വകാര്യ വ്യക്തികൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിയന്ത്രണങ്ങളാകാം.
എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുള്ള അവിടെയൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. കേരളത്തിൽ മാത്രമായിട്ട് പ്രത്യേക നിയന്ത്രണമൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണലിയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു നിക്ഷേപകൻ, ഇവിടുന്ന് ഒരു സംരംഭകൻ ഇവിടെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അവൻ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ അവൻ്റെ എന്ത് സാധനമാണെങ്കിലും അവൻ വിപണനം ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവൻ്റെ പ്രൈസ് കോമ്പറ്റിറ്റീവ് ആയിരിക്കണം. കോമ്പറ്റിറ്റീവ് ആകണമെങ്കിൽ അതുപോലെയുള്ള എല്ലാ റിസോഴ്സസ് അവന് അതുപോലെ കിട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലൊരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് ആളുകൾക്ക് എന്നും തയ്യാറാണ്. എന്നും പ്രത്യേകിച്ചും മലയാളികൾ. ഈ അന്തരീക്ഷം എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ധനമന്ത്രിയുടെ ഒരു ആത്മവിശ്വാസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബജറ്റിൻ്റെ ഒരു പ്രസംഗത്തിലൂടെയും ബാക്കി ലഭ്യമായ ഡോക്യുമെൻസിലൂടെയും പിന്നെ ഇന്നലെ വന്ന എക്കണോമിക് റിവ്യൂവിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം, അതിപ്പോൾ റോഡുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദേശീയപാതയുടെ വൈഡനിങ് ഏതാണ്ട് ഒരു 2 കൊല്ലം കൊണ്ട് പൂർത്തിയാവും. ബാക്കി സംസ്ഥാന പാതകൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതകൾ കുറേയൊക്കെ ഭേദപ്പെട്ട നിലയിലാണ്, ജില്ലാ റോഡുകൾ ഭേദപ്പെട്ട നിലയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിൽ കുറച്ച് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ പറയുന്ന ടൂറിസം സെക്ടർ ആണെങ്കിലും കായിക മേഖലയാണെങ്കിലും ഒക്കെ അതിനോടൊപ്പം അത് മന്ത്രി പറഞ്ഞിരിക്കുന്ന നയത്തിലും നിയമത്തിലും വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇവിടെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പൊതു അഭിപ്രായം, ജനങ്ങളുടെ സമീപനം, അതിനോടുള്ള ഒരു അപ്രോച്ചും മാറണം. ഒരു നിക്ഷേപകൻ എന്നൊരു രാജ്യത്തിൻ്റെ സ്വത്താണെന്നും ആ നിക്ഷേപകൻ അനിവാര്യമാണെന്നുള്ള കാര്യം ആ ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് പൊതുജനങ്ങൾക്ക് ജനറലി, എല്ലാവരും എന്നല്ല പറഞ്ഞത്, ചില ആളുകൾക്ക് പ്രത്യേകിച്ച് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ, നമ്മളൊരു നിക്ഷേപം നടത്തുന്ന ആൾ അവർക്ക് എന്തോ വലിയ പ്രോഫിറ്റ് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട്, വൻ ലാഭമാണ് ഇവിടുന്ന് കൊയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള കുറേ നമ്മുടെ മലയാളികളുടേതായിട്ടുള്ള ചില നോഷൻസ് ഉണ്ട്. നമുക്ക് അത് റൈറ്റ് ആവാം റോങ് ആവാം. പക്ഷേ ഇങ്ങനെയുള്ള മുൻവിധികളോട് കൂടിയിട്ടാണ് നമ്മുടെ പൊതുജനം ഇവിടെ ഏതൊരു വ്യാപാര തുടങ്ങുകയാണെങ്കിലും ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിലും എന്തൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിനോടനുബന്ധിച്ച് ജനങ്ങളെല്ലാവരും ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത്. ആ ഒരു സമീപനത്തിന് ചെറിയൊരു മാറ്റം വരണം. അത് അവരും കൂടി അതിൻ്റെ അതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. ഒരു ഉദാഹരണം ഇപ്പം നമ്മുടെ കോഴിക്കോട് തന്നെ പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഇവിടെ ഒരു ആദ്യത്തെ നമ്മുടെ PK സ്റ്റീൽസിൻ്റെ ആ ഏരിയയിൽ അവിടെ പണ്ട് വളരെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. അന്ന് അവിടെ തീരെ സ്ഥലത്തിന് വാല്യൂ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു നല്ലൊരു കമ്പനി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ വളരെ നല്ല പുരോഗതി കൈവരിച്ചു വന്നു. അപ്പോഴേക്കും തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള പരിസ്ഥിതി പ്രോബ്ലംസും ഒക്കെ വന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലത്തെ നിക്ഷേപം നടത്തുന്ന ആളുകൾ, ഇൻഡസ്ട്രി നടത്തുന്ന ആളുകൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഇതൊക്കെ പലയിടത്തും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റുവേഷൻസൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾ എല്ലാവരും വിദേശത്തേക്കാണ് പോകുന്നത്. ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഇത് ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് ശരിക്ക് പുനർചിന്തനം നടത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവരോട് നിൽക്കാത്തത്? ഇപ്പോഴത്തെ ഈ യങ് ക്രൗഡ് ആരും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ആദ്യത്തിൽ ബാംഗ്ലൂർക്ക് പോകണമെന്നായിരുന്നു. ഇന്നിപ്പോൾ ഉള്ളൊരു UK, കാനഡ, വിദേശങ്ങളിൽ പോകണം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്, എന്താണ് നമ്മളിൽ മാറ്റം വരുത്തുക. അത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഇതൊരു പരിഹാരം ഉണ്ടാവില്ല. എല്ലാവരും ഇതിൻ്റെ ഒരു അവബോധം ജനങ്ങളിലേക്ക് സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ചർച്ചകളും ഇതേപോലത്തെ മാധ്യമ പ്രവർത്തനങ്ങളും വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മെല്ലനെ മാറ്റാനേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ചോദിച്ച വരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സമീപത്ത് തീർച്ചയായിട്ടും വൻ നിക്ഷേപ സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. ദാറ്റ് മീൻസ് ഈ ഡെവലപ്മെൻറ്റ് സോൺസ് ഒക്കെ പറഞ്ഞ് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഇപ്പോൾ 50 കിലോമീറ്റർ ചുറ്റളവിൽ 10,000 ഹെക്ടർ ഭൂമിയാണ് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി വരും. അത് ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ധനമന്ത്രി പറയുന്നുണ്ട്. അവിടേക്ക് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സ്വകാര്യ നിക്ഷേപകരെ തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് തീർച്ചയായിട്ടും വളരെ അത് ആ പറഞ്ഞ പ്രകാരം നടക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മൂവാണ്.
അത് അങ്ങനത്തെ ഒരു സംരംഭങ്ങൾക്ക് നടക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അൺലൈക്ക് നമ്മുടെ കൊച്ചിയിലുള്ള പോരല്ല, അത് നാച്ചുറൽ പോർട്ട്, ഡ്രഡ്ജിങ് ആവശ്യമില്ലാത്തതാണ്. അതിനെക്കൊണ്ട് നാച്ചുറലായിട്ട് അതിന് സർവൈവലിന് കുറേ കൂടി കോസ്റ്റ് ഓഫ് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിസര പ്രദേശത്ത് തീർച്ചയായിട്ടും വളരെയധികം സാധ്യതകളുണ്ട്. അത് കേരളത്തിൻ്റെ സമ്പദ് വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്നതിന് ഒരു സംശയമില്ല. ഇതിൽ ഞാൻ ഈ ബജറ്റ് പ്രസംഗം കേട്ടുകൊണ്ട് എനിക്ക് കൗതുകരമായിട്ട് തോന്നിയൊരു വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ സേവന മേഖല, കേരളത്തെ സംബന്ധിച്ച് സേവന മേഖലയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ അതിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അതിൽ മാറ്റം വരുന്നുണ്ടെന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഈ സേവന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അതിനെ കുറെ കൂടെ വേറൊരു നിലയ്ക്ക് ഉപയോഗിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ തുടക്കം ഈ ബജറ്റിൽ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉദാഹരണത്തിന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വിദേശത്ത് നിന്ന് പൗരന്മാർക്ക് വന്ന് ചികിത്സിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു നിർദ്ദേശം ഈ ബജറ്റിലുണ്ട്. അതുപോലെ കെയർ ഹബ്ബുകൾ, വയോജനങ്ങൾക്ക് കെയർ ഹബ്ബുകൾ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം ഇതിലുണ്ട്. ഈ കെയർ ഹബ്ബുകളെ തന്നെ വിനോദസഞ്ചാര മേഖലകളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു സജഷൻ ഈ ബജറ്റിലുണ്ട്. അതുപോലെ അങ്ങനെ നോക്കുമ്പോൾ വർക്കിംഗ് അത് തന്നെ. അപ്പോൾ അതുപോലെ അത് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വയോജനങ്ങൾക്ക് താമസിക്കാനുള്ള സെൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ മുതൽ തന്നെ സംസാരിക്കുന്നുണ്ട്, പല ബജറ്റുകളിലും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതേ രൂപത്തിൽ അതിങ്ങനെ കുറെ കൂടെ വാണിജ്യാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കുറെ കൂടെ പ്ലാൻഡായിട്ടോ നിർദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ ബജറ്റിലാണെന്ന് തോന്നുന്നു. അതെ, അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കെയർ ഹോമിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മൊത്തം എടുത്തു നോക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഈ വരുന്ന തലമുറയിലെ ഒരു 10-30% ആൾക്കാർ ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ആളുകൾ പിന്നെ കൂടുതൽ വയോജനങ്ങളായി മാറുന്ന ഒരു സാഹചര്യം. അതെ, അത്രയാകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ ഏരിയയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല, വർക്ക് ചെയ്യാൻ ഉള്ള ആളുകളുടെ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം കോണ്ടെക്സ്റ്റിൽ ഉണ്ടെങ്കിലും നമ്മൾക്കത് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് നമ്മൾക്കിവിടെ ഈ പറയുന്ന കെയർ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന മേഖലകളിൽ, അതായത് സേവന മേഖലകളിൽ കൂടുതലായി ശ്രദ്ധിച്ച് നമ്മളുടേതായ പോളിസീസ് നമ്മൾ നടപ്പാക്കേണ്ടതായിട്ട് വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും 500 പേരോളം ടൂറിസത്തിൻ്റെ മേഖലയിൽ 500 പേര് വരുമ്പോൾ അവർക്ക് കൺവെൻഷൻ സെൻറ്ററുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഗവൺമെൻറ് ആലോചിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം, ഒരു ഡൈനാമിക്സ് ഡെമോഗ്രഫിയുടെ കാര്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സ്ഥലത്ത് വളരെ വലിയ രീതിയിലൊരു കുറവ് ബർത്ത് റേറ്റിൽ ഉണ്ടാകുന്നു. ഡെത്ത് റേറ്റിൽ സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം കുറവുണ്ടാകുന്നു. അതുകൊണ്ടൊരു പോപ്പുലേഷൻ, വയോജനങ്ങളുടെ പോപ്പുലേഷനിലൊരു ഉയർച്ചയുണ്ടാകുന്നു. അപ്പോൾ നമ്മളുടേതായ പോളിസീസ് നമ്മൾ ഇതിനായിട്ട് ഈ സേവന മേഖലയിലും നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പറയുന്ന ഒരു കൂടുതൽ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഞാൻ ഈ ബജറ്റ് പ്രസംഗം മാത്രം നോക്കുമ്പോൾ ഇത് കേരളത്തിലുള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം ഇതിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. കെയർ ഹബ്ബുകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള കെയർ ഹബ്ബുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അത് എന്താ പറയുക മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വന്ന് താമസിക്കാം എന്നുള്ള അങ്ങനെ കൂടെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ്. അത് വളരെ നന്നായിട്ട് ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലും ഒക്കെ അത് വളരെ
നന്നായിട്ട് അവർ ആലോചിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഹെൽത്തിൻ്റെ കോണ്ടെക്സ്റ്റിലുമൊക്കെ. അപ്പോൾ അത് അങ്ങനത്തെ ചില സെൻറ്റേഴ്സ് ഇപ്പം തന്നെ ഓൾറെഡി കേരളത്തിൽ വ്യാപകമായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് പുറത്തുനിന്നുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ പറയുന്ന ആരോഗ്യമേഖല ഡെവലപ്പ് ചെയ്യുന്നത്. ആരോഗ്യമേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണ് ആണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അത്തരത്തിൽ ഒരു പുറത്തുനിന്നുള്ള ആളുകളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മളുടെ ഈ എന്താ പറയുക, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമത്തെ വിമർശിച്ചുകൊണ്ടാണ് ധനമന്ത്രി ഈ പ്രസംഗം നടത്തുന്നത്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ബജറ്റ് പ്രപ്പോസൽസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ സ്കൂളുകളുടെ വികസനത്തിന് അവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ അവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാനായിട്ടൊരു വാതിൽ തുറന്നു വയ്ക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആശുപത്രികളുടെ കാര്യത്തിൽ അത് പറയുന്നുണ്ട്. ആശുപത്രികളിൽ സഹായിക്കാൻ വേണ്ടി അവരുടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കാൻ വേണ്ടിയിട്ട് സംഭാവന സ്വീകരിക്കാൻ ഒരു വാതിൽ തുറന്നു വയ്ക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, കേരളം പ്രളയം നേരിട്ടപ്പോൾ കേരളത്തെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തടയിട്ടത് നമ്മൾ കണ്ടതാണ്. പുറമേ നിന്നുള്ള സഹായം സ്വീകരിക്കുന്നതിന് ചില തടസ്സങ്ങൾ കേന്ദ്ര സർക്കാർ വച്ചിരുന്നു. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഒരു ഗേറ്റ് വേ ഇതിന് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, സംഭാവന സ്വീകരിക്കാൻ. അങ്ങനെയാണോ? അത് സക്സസ്ഫുള്ളായി വളരാൻ സാധ്യതയുള്ളൊരു മോഡലാണോ? അത് സക്സസ്ഫുള്ളായിട്ട് വളരാൻ സാധ്യതയുള്ള മോഡലല്ല. ഇത് ഏകപക്ഷീയമായിട്ട് വന്നൊരു സാധനമല്ല. അതായത് നമ്മളുടെ തനതായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ടിങ് മോഡൽസ് നിങ്ങൾ ലോകത്ത് മൊത്തമുള്ള എഡ്യൂക്കേഷൻ ഫണ്ടിങ് മോഡൽസ് എടുത്തു നോക്കൂ. അലുമിനി ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് പല യൂണിവേഴ്സിറ്റികളുടെയും. അതെ, പല യൂണിവേഴ്സിറ്റികളുടെയും അലുമിനി ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രധാന സോഴ്സാണ്. അവിടെ പഠിച്ചു പോയി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഫണ്ട് ചെയ്ത് അതൊരു ഒരു പൊതു ട്രാക്കിൽ കൂടെ സ്ഥാപനത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ പ്രളയ സമയത്ത് മൊബിലൈസ് ചെയ്ത ഫണ്ടൊക്കെ അത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. എന്നാലും അതൊരു ജനറൽ മോഡലായിട്ട് എടുത്തിട്ടുണ്ടാകാം ചിലപ്പോൾ, അത് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ആ രീതിയിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രമൊന്നുമല്ല. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന എന്ന് പറയുന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല, അത് ലോകത്തിൽ മുഴുവനും എഡ്യൂക്കേഷൻ ഫണ്ടിങ്ങിന് ഉള്ള ഒരു സോഴ്സായിട്ട്. പിന്നെ ഫിലാന്ത്രോപ്പി ഫണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അമേരിക്കയിലൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫിലാന്ത്രോപ്പി ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള പബ്ലിക് ഫണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരുപ്പതി എഡ്യൂക്കേഷണൽ മോഡൽ, തിരുപ്പതി ക്ഷേത്രത്തിലെ ട്രസ്റ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തുന്നുണ്ട്. അതെ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫണ്ടിങ് മോഡൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ഈ പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ആരിത് ഫണ്ട് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അത് ഭാവി വികസനത്തിനും കൂടെ കാരണമാകുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെക്ടറിലാണെങ്കിൽ ആര് ഫണ്ട് ചെയ്യും? ഈ ഗ്രാമീണ തരത്തിലുള്ള ഹെൽത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് സംവിധാനമാണ്. പുതിയ അസുഖങ്ങൾ വരുന്നതും ഇപ്പം നിപ്പ വന്നപ്പോഴോ അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്തോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ്. എന്നാൽ പ്രൈവറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്യൂറേറ്റീവ് സംവിധാനമാണ്, ഒരു അസുഖത്തിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ പബ്ലിക് സിസ്റ്റം ഉപയോഗിച്ചാണ് പല അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ തുടച്ചു ചെയ്യുന്നതും പബ്ലിക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ പബ്ലിക് സിസ്റ്റത്തെ ആ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ, ആ ഫിസിക്കൽ അല്ലാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ആര് സപ്പോർട്ട് ചെയ്യും, എങ്ങനെ ഫണ്ട് ചെയ്യും എന്നുള്ള വലിയ ക്വസ്റ്റ്യനാണ്. അതിന് ഇപ്പം ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക എന്ന് പറയുന്നതാണ് അലുമിനി ഫണ്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പീർസിൻ്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആണ് അതിനെ കാണാൻ, ഈ ഒരു പ്രഖ്യാപനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു വിമർശനം വരാൻ സാധ്യതയുള്ളത്, സർക്കാർ ജനങ്ങൾക്ക് സേവനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യ സേവനവും എന്നൊക്കെയുള്ള എന്ന്
എന്നാണ് പൊതുവിലുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അത് നാട്ടുകാരിൽ നിന്ന് തന്നെ സംഭാവന സ്വീകരിച്ച് ചെയ്യുകയാണെന്നുള്ളൊരു വിമർശനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ല, അതുണ്ട്. അത് പക്ഷേ ഇങ്ങനെയൊരു സംവിധാനത്തിൽ, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ തനത് വിഭവ സമാഹരണ ശേഷി 50%-ലധികം താഴ്ന്നൊരു സാഹചര്യത്തിൽ മറിച്ച് കടമെടുക്കാൻ ഒരുപാട്, ഇതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനാണെങ്കിൽ ഇതിന് ഈ കടമെടുക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് ഒരു നിയമപരമായിട്ടൊരു പരിധിയില്ല. പക്ഷേ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതകൾ കടമെടുപ്പിൻ്റെ കാര്യത്തിലും തനത് വിഭവ സമാഹരണ ശേഷി വളരെയധികം കുറയുന്നു, കടമെടുക്കാൻ പരിധി വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ബാക്കി സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ ഫണ്ടിങ് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുമ്പോൾ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മാതൃകകൾ സ്വീകരിക്കുക എന്നുള്ളതേ നമുക്ക് വേറെ പോകാൻ വഴി അതിനകത്തുള്ളൂ. ഇവിടെ ഈ കഴിഞ്ഞ സെൻട്രൽ ബജറ്റ് വന്നപ്പോൾ ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെയും വ്യാപാരത്തിൻ്റെയൊക്കെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് അത്ര പോസിറ്റീവായ ഒന്നും ആ ബജറ്റിൽ കണ്ടില്ല എന്ന് ആ ബജറ്റിനെ വിലയിരുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ സുബൈർ കൊളക്കാടൻ സൂചിപ്പിച്ചിരുന്നു, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മുൻ പ്രസിഡന്റ്. ഈ ബജറ്റ് ചെറുകിട വ്യാപാരികളെ, വ്യവസായികളെ ഏതെങ്കിലും വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? ഞാൻ നോക്കുമ്പോൾ ചില കമ്മീഷൻ, ഒരു ചെറുകിട വ്യാപാരികളുടെ വ്യാപാര മേഖലയെ പഠിക്കാനായിട്ട് പ്രയാസങ്ങൾ പഠിക്കുന്നതിനൊരു കമ്മിറ്റി നിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില രീതിയിലുള്ള ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ചുകൊണ്ട് വലിയ മറ്റേ സംരംഭം, അതായത് വലിയ കച്ചവടക്കാരോട് മത്സരിക്കാൻ പാകത്തിലേക്ക് ചെറുകിട കച്ചവടക്കാരെ പ്രാപ്തരാക്കാൻ പാകത്തിന് സാധനങ്ങളുടെ പർച്ചേസ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്ന ചില രീതികളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് അതെ, അതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകളുണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഒരു 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ആദ്യത്തെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ MD ആയിട്ട് തുടങ്ങിയിട്ടുള്ള കേരള ഫർണിച്ചർ കൺസോർഷ്യം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് എറണാകുളത്ത് ആദ്യത്തെ ഫർണിച്ചർ കൺസോർഷ്യം ഹബ്ബ്, ഫസ്റ്റ് ഫർണിച്ചർ കൺസോർഷ്യം. അതിൽ ഞങ്ങൾക്ക് 5 കോടിയുടെ അടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി കിട്ടിയിരുന്നു. ബാക്കി 20% സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ഇപ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് ഒരു വോട്ട് ഓൺ അക്കൗണ്ടാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഇതേ ബഡ്ജറ്റ് വേറെ തന്നെ ഒരു എലക്ഷൻ ജിമിക്സ് ഒന്നും കണ്ടില്ല എൻ്റെ ഉള്ളിൽ. നോർമലായിട്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിലൊരു പ്രഖ്യാപനങ്ങളൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പോലെ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇതൊക്കെ ഓൾറെഡി ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ അതിൻ്റെ ലിമിറ്റ് 20 കോടി വരെയാക്കി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 10 വർഷം 2011 ഞങ്ങൾ തുടങ്ങിയത്. 2011 തുടങ്ങിയപ്പോൾ അന്ന് 5 ലക്ഷമായിരുന്നു, 5 കോടിയായിരുന്നു ലിമിറ്റ്. ഇന്നിപ്പോൾ അതിൻ്റെ ലിമിറ്റ് 20 കോടിയാക്കിയിട്ടുണ്ട്. അത് കോഴിക്കോടും കേരളത്തിലും ഓൾറെഡി ഒരു 12 ഫർണിച്ചർ ഹബ്ബുകളിലൂടെ, ഫർണിച്ചർ കൺസോർഷ്യത്തോടെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ആ കാര്യത്തിലുള്ളത്. പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് ആ പ്രപ്പോസൽസ് മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിക്കും. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഈ പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണിത്. ഇത് ഏത് മേഖലയിലും, ഇപ്പോൾ അത് ഇന്ന മേഖല എന്നൊന്നുമില്ല, ഏതൊരു ഇൻഡസ്ട്രിയിലും ഉള്ള 20 ഉദ്യോഗാധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 20 ഒരേ ബിസിനസ് ചെയ്യുന്ന 20 ആളുകൾ കൂടി ഒന്നിച്ച് വന്നിട്ട് അവർക്ക് ഒരു നമ്മുടെ DICയിൽ പോയിട്ട് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് അത് മാനേജറെ നമുക്ക് തരും. അത് പ്രകാരം നമുക്കൊരു ക്ലസ്റ്റർ തുടങ്ങിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നടത്തി അതനുസരിച്ച് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഇവിടുന്ന് പാസ്സാവണം, കേരളം അപ്രൂവ് ചെയ്യണം. അതിനുശേഷം കേന്ദ്രത്തിലേക്ക് വെച്ചാൽ അവരുടെ കമ്മിറ്റി കൂടിയിട്ട് അത് അപ്രൂവിൽ വന്നാൽ അത് പണ്ടുകൊണ്ട് അത് ഏത് ഇൻഡസ്ട്രിയിലേക്കും നടത്താൻ പറ്റും. അല്ലാണ്ട് ഫർണിച്ചറിന് മാത്രമല്ല, അത് നമ്മുടെ ഏത് മേഖലയിലും. അല്ല, ഇപ്പോൾ ധനമന്ത്രി അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊക്യൂർമെന്റ്, അതിൻ്റെ അത് മെറ്റീരിയൽ ബാങ്കിനൊക്കെ ഓൾറെഡി ഉണ്ട്. ഈ പ്രൊക്യൂർമെന്റ് തന്നെ മെറ്റീരിയൽ ബാങ്കിനൊക്കെ ഓൾറെഡി, ഇത് മാത്രമല്ല ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഇതൊക്കെ ഓൾറെഡി കേന്ദ്ര ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് 50% വരെ സബ്സിഡി കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആരും തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഗവൺമെൻറ് അനൗൺസ് ചെയ്യും, ഇതൊരു 1%, 2%
ആളുകളെ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കണുള്ളൂ. ആ മനസ്സിലാക്കിയതിൽ 1% ആൾ മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യണുള്ളൂ. ഇതാണ് മിക്ക കാര്യങ്ങളും നമ്മൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ദാറ്റ് മീൻസ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് ഒരുപക്ഷെ ഈ വലിയ കച്ചവടക്കാരുടെയും ഓൺലൈൻ ശൃംഖലകളുടെയും വെല്ലുവിളി നേരിടുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട ആളുകളെ കൂടുതൽ സംഘടിപ്പിച്ച് ഇത്തരം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ്, അതിനു വേണ്ടി മാത്രമാണ്. നമ്മൾ പറയും, എല്ലാവരും പറയും നമ്മൾ ഈ കൂട്ടായ്മയുടെ കുത്തക എന്ന് പറയും. നമുക്ക് കുത്തകകൾക്കെതിരെ കൂട്ടായ്മയുടെ കുത്തക, ഇതാണ് ഞങ്ങളൊക്കെ സ്ഥിരം പറയാറുള്ളൊരു വാക്കുകൾ. കാരണം ഇപ്പോൾ ഓൺലൈൻ ഭീമന്മാരായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, റിലയൻസ് ഇവരൊക്കെ ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കണ കാര്യമല്ല. ഇപ്പം തന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ നമ്മളൊരു കൊണ്ടോട്ടി വരെ പോവുകയാണെങ്കിൽ എല്ലാ റോഡ് സൈഡിലും കാണാൻ ടു ലെറ്റ് എന്നുണ്ട് കാണാം. കാരണം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളൊരു കച്ചവടക്കാരൻ, സാധാരണക്കാരൊരു ഡ്രസ്സ് വിൽക്കുന്ന ആൾ, റെഡിമെയ്ഡ് വിൽക്കുന്ന ആൾ കോമ്പറ്റ് ചെയ്യുന്നത് ട്രെൻഡ്സ് അല്ലെങ്കിൽ പുതിയ ഓൺലൈനായിട്ടും മറ്റേതുപോലെ തന്നെ റിലയൻസ്, ടാറ്റ, ലാൻഡ്മാർക്ക് തുടങ്ങിയ വലിയ വമ്പൻ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും പറയും, GSTയുടെ കാര്യത്തിൽ വളരെയധികം വരുമാന വർധനവ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാലും അൺഓർഗനൈസ് സെക്ടറിലായിരുന്ന ഒരുമാതിരി 90% ആയിരുന്ന ഇന്ത്യയിലെ ഇക്കോണമി ഇന്നിപ്പോൾ ആ അൺഓർഗനൈസ് സെക്ടർ കംപ്ലീറ്റ് അങ്ങോട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തകർച്ചയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഗുണമാണ് മറ്റേ ഓർഗനൈസ് സെക്ടറിലേക്ക് വരുന്നത്. അതുകൊണ്ട് GSTയുടെ ഗ്രോത്ത് വളരുന്നുണ്ടെങ്കിലും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ കംപ്ലീറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വളരെയധികം കുറവുകൾ കാണുന്നുണ്ടെന്നാണ് സൂചനകൾ നൽകുന്നത്. അല്ല, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞ ഈ പ്രപ്പോസൽസ്, ഒന്ന് ചെറുകിട വ്യാപാര മേഖലയിലെ എന്താണ് ക്രൈസിസ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നു. ഒപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, അതായത് പ്രൊക്യൂർമെൻറ്റ്, ലോജിസ്റ്റിക്സ്, ഇതൊക്കെ ക്ലസ്റ്റർ ചെയ്യാനുള്ള രീതി തീർച്ചയായിട്ടും നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ അറിയാനും ഇത് എത്ര ആൾ അറിഞ്ഞാലും അത് പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളും തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മളെല്ലാവരും വളരെ എന്താ പറയുക പ്രതീക്ഷയോട് നോക്കി കാണുകയാണ് ഈ കാര്യത്തിലേക്ക്. കാരണം ഇപ്പോഴത്തെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും മാർക്കറ്റ് സിറ്റുവേഷൻ അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇന്നിപ്പോൾ. ഞങ്ങളുടെ വ്യാപാര സമൂഹം മാത്രമല്ല എല്ലാ സെക്ടറിലും. പിന്നെ ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ജനങ്ങൾ പണം സ്പെൻഡ് ചെയ്യണില്ല. എല്ലാവരും ഇവിടെ നിന്നുള്ള ക്യാഷ് മുഴുവൻ സൈഫൺ ചെയ്ത് പുറത്തേക്ക് പോകുന്നത് വെച്ചാൽ ഇവിടെ ഏതാണ്ട് അതിഥി തൊഴിലാളികൾ ഏതാണ്ട് ഒരു 10-20 ലക്ഷത്തിന് 25 ലക്ഷം എടുത്തിട്ടുണ്ട്. ഒരു 20 ലക്ഷം കൂട്ടിക്കോളൂ. ഒരു 500 രൂപ വെച്ചിട്ട് ഒരു ദിവസം കൂലി കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 1000 കോടിയുടെ അടുത്ത് രൂപ കേരളത്തിൽ നിന്ന് പോവുകയാണ്. ഇവർ 1000 കോടി ഇവിടുന്ന് ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ അവർ ഏറി വന്നാൽ ഒരു 50 കോടിനും കൂടുതൽ അവരിവിടെ ചിലവാക്കില്ല. അവർ വളരെ ചെറിയ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാഷ് നമ്മുടെ മാർക്കറ്റിൽ ഒഴുകേണ്ട ക്യാഷ് നമ്മുടെ പുറത്തേക്ക് പോവാണ്. അതിനനുസൃതമായിട്ട് പുറത്തുനിന്ന് ഗൾഫ് നാടുകളിൽ നിന്നോ മറ്റു നാടുകളിൽ നിന്നോ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. റെമിറ്റൻസ് കേരളത്തിൽ വളരെയധികം കുറഞ്ഞു. മഹാരാഷ്ട്രയാണ് ഏറ്റവും മുമ്പിൽ. അതെ 9.32% മറ്റേ ഉള്ളൂ കേരളത്തിന്റെ. വളരെയധികം കുറഞ്ഞു. അതാണ് നമ്മളെ അത് വളരെയധികം നമ്മുടെ മാർക്കറ്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സെക്ടറിലും അല്ല, കുറേ അധികം സെക്ടറിൽ, അൺഓർഗനൈസ് സെക്ടറിലാണ് ഇതിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭൂമി വാങ്ങി വികസന പദ്ധതികൾ നടപ്പാക്കാൻ അനുമതി നൽകും എന്ന് പറയുന്നൊരു പ്രപ്പോസൽ ഈ ബജറ്റിലുണ്ട്. അതായത് അതുപോലെ അതിൻ്റെ കൂടെ പറയുന്നത് അതിൻ്റെ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ ബോണ്ടുകൾ ഇറക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിന് കടമെടുക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുകയും അവരെ കൂടുതൽ ഈ പറയുന്ന പ്രോജക്റ്റ് പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും അവർക്ക് കടമെടുക്കാനുള്ള അവസരം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും ഒരു ത്രിതല ഗവൺമെൻറ് സംവിധാനമാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന കടമെടുപ്പ് പരിധികളുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ വികസനത്തിന് വേണ്ടിയിട്ടുള്ള
പണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നതിന് ഫണ്ട് അലോക്കേഷന് ഉള്ള ബുദ്ധിമുട്ടുകൾ മൊത്തം ഒരു ധനഞെരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം തദ്ദേശീയമായിട്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിൻ്റെ അളവും വളരെ കുറവാണ്. കാരണം തനത് തദ്ദേശ വികസന സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വികസനം നടത്താൻ ആവശ്യമായ പണം അവർ കണ്ടെത്തുന്നതിൽ തദ്ദേശീയമായി കണ്ടെത്തുന്നതിൽ ഈ വഴി ബോണ്ട് വഴിയോ കണ്ടെത്തുന്നതിൽ അതിന് ബാക്കി പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ, കാരണം നമ്മൾക്കിപ്പോൾ ഗ്രാമീണ തലത്തിൽ ഒരു ഡെവലപ്മെൻ്റ് ആണ് ആവശ്യം. അതായത് ഗ്രാമീണ തലത്തിലുള്ള ഫണ്ടിൻ്റെ സർക്കുലേഷനാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എക്സ്പാൻഷനറി ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് നടത്താൻ വളരെയധികം പരിമിതിയുള്ള സമയത്ത് ഈ മണി സർക്കുലേഷൻ ഗ്രാമീണ തലത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നല്ല മാർഗമാണ് ഈ രീതിയിൽ തദ്ദേശ ബോണ്ടുകൾ ഡെവലപ്പ് ചെയ്യാന്ന്, ബോണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ക്രെഡിബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ബോണ്ടാകുന്ന സമയത്ത് ബോണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ട്രഷറി ബോണ്ടുകൾ എന്ന് പറയുന്നത് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ അത് ഗ്രാമീണ തലത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് വഴി ഒരു പണത്തിൻ്റെ സർക്കുലേഷൻ ലോവർ ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഗവൺമെൻറ് കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പല രൂപത്തിൽ ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ കൂടുതൽ പങ്കാളിത്തം എന്ന് പറയുന്നത് കേരളത്തിന് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പരിമിതമായ സ്രോതസ്സുകളേ ഉള്ളൂ. കേന്ദ്ര സഹായം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ധനകാര്യ കമ്മീഷനിൽ ഇനിയും കുറയാനേ സാധ്യതയുള്ളൂ. കാരണം ഈ വർഷവും മറ്റേ സൂചികകൾ എടുത്തു കഴിഞ്ഞാൽ കേരളം മുകളിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ധനകാര്യ കമ്മീഷനിലും കേരളത്തിൻ്റെ വിഹിതം കുറയ്ക്കല്ലാതെ കൂട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കൂടുതൽ സ്വകാര്യ മേഖലയെ ഇൻവോൾവ് ചെയ്യിക്കുന്നു. അതുപോലെ ഏതൊക്കെ മേഖലകളിൽ ധനസമാഹരണത്തിനോ അല്ലെങ്കിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ധനസമാഹരണത്തിനോ സാധ്യതയുണ്ടോ അതൊക്കെ ടാപ്പ് ചെയ്യുക എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണോ ഈ നിർദ്ദേശങ്ങളൊക്കെ? ആണ്, തീർച്ചയായിട്ടും. കാരണം നോക്കൂ, കേരളം ഇപ്പോഴും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളായാലും അതുപോലെ മുൻപ് പറഞ്ഞ പോലെ പ്രതിപക്ഷമായാലും ഇപ്പോഴും കേരളം വന്നുപെട്ടിരിക്കുന്ന വളരെ ഭീകരമായ ഒരു ഫിസ്ക്കൽ ക്രൈസിസിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഡിവിസിബിൾ പൂൾ, അതായത് സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ടാക്സ് പ്രൊസീഡിങ്സ്, ആ ഡിവിസിബിൾ പൂളിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ആ ഡിവിസിബിൾ പൂളിൽ പ്രധാനമായിട്ടും സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതില്ലാത്ത സെസ്സിൻ്റെ അളവ് കൂടി വരികയാണ്. അത് ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സെസ് ചുമത്തിയിരുന്നത് പെട്രോളിനും ഡീസലിനും വരെ സെസ് ചുമത്തിയിരുന്നു. അതായത് വിൽപ്പന നികുതി കൺകറൻറ്റ് ലിസ്റ്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം വിൽപ്പന നികുതി സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൽ വരേണ്ട വിൽപ്പന നികുതിയിൽ കടന്നു കയറി സെസ് ഇതിന് മുകളിൽ ചുമത്തിയിരുന്നു. അത് ഡിവിസിബിൾ പൂളിൽ കുറവുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ GSTയുടെ വിഹിതം കിട്ടുന്നതിലല്ല, ഈ ഫൈനാൻസ് കമ്മീഷൻ വഴി കിട്ടുന്ന വിഹിതത്തിൽ വന്ന കുറവ് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരണോ ആ ഫണ്ടുകളിലെല്ലാം കുറവ് വന്നിട്ടുണ്ട്. അത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ കേരളം 45-46 ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന സംസ്ഥാനമാണ്. ഇപ്പോൾ ഇത്രയധികം സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിന് ഈ ഒരു ഫിസ്ക്കൽ ക്രഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം എവിടുന്നൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരേ സമയം ഈ ഫിസ്ക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. മറുഭാഗത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യുകയും ചെയ്യണം. വേറൊരു ഭാഗത്ത് സാമ്പത്തിക വികസനം അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇത് മൂന്നും കൂടെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് പണ്ട് ആരോഡ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് പറഞ്ഞ പോലെ ഇറ്റ്സ് ആസ് ഡിഫിക്കൽട്ട് ആസ് വാക്കിംഗ് ത്രൂ ദി എഡ്ജ് ഓഫ് എ നൈഫ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സന്നിഗ്ധാവസ്ഥയിൽ നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ സോഴ്സസും ഉപയോഗിച്ച് ഫണ്ട് മൊബിലൈസ് ചെയ്ത് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഇത് പറയുമ്പോൾ എക്കണോമിക് റിവ്യൂ വന്നപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ കമ്മി എന്ന് പറയുന്നത് 2021-22 2.23 ആയിരുന്നത് 22-23 ആയപ്പോൾ 0.88% കുറഞ്ഞിട്ടുണ്ട്. അതെ. ധനക്കമ്മി
21-22 3.99 ആയിരുന്നത് 22-23 2.44% 23-24 3.5% എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് ഏറെക്കുറെ സ്ട്രോങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം റവന്യൂ കമ്മി 0.88% എന്ന് പറയുന്ന അത്ര അലാമിങ് പോയിട്ട് ഒരു നാച്ചുറൽ സീറോയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ധനക്കമ്മി വിത്തിൻ ലിമിറ്റ്സ് ആണ്. ഇപ്പോൾ 3.5% കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. അതാണ് വിത്തിൻ ലിമിറ്റ്സ് ആണ്. അത് നോക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് മാത്രം വെച്ചിട്ട് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് മാത്രം വെച്ചിട്ട് അതിനെ അളക്കാൻ പറ്റില്ല. ഈ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ FRBM ആക്ട് അവിടെ ഉള്ളത് കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അങ്ങനെ ഒരു ആക്ട് നടപ്പാക്കുന്നു. അതേസമയം കേന്ദ്രത്തിന്റെ ധനക്കമ്മിയും 5.8% ആണ്. അപ്പോൾ കേന്ദ്രത്തിന് ഈ പറയുന്ന ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പാലിക്കാൻ കേന്ദ്രമാണ് ഇത് കൊണ്ടുവന്നത്. ഒരു ഫിസ്ക്കൽ ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫിസ്ക്കൽ പിന്നെ ധനകാര്യ സ്ഥിരത വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊണ്ടുവന്നതാണെങ്കിലും സംസ്ഥാനങ്ങളുടെ മുകളിൽ അത് ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ടുള്ള റൂള് സംസ്ഥാനത്തിൻ്റെ പുറത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൂള് വെക്കുന്ന സമയത്ത് അത് സംസ്ഥാനങ്ങൾ നിയമപരമായിട്ട് കീപ്പ് ചെയ്യാൻ ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് 0% ആക്കണം. കാരണം നമ്മളുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ നമ്മളുടെ റവന്യൂ ചെലവിനുള്ള പണം കണ്ടെത്തണം. അതായത് നമ്മൾ പെൻഷൻ കൊടുക്കാനും പിന്നെ ശമ്പളം കൊടുക്കാനും കടമെടുത്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് കടമെടുത്തിട്ട് ഒരു സിനിമ കാണാൻ പോകുന്നത് പോലെയുള്ളതാണ്. അപ്പോൾ അതിന് പകരം കടമെടുത്തിട്ട് സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റത് നമ്മളുടെ റവന്യൂ കൺകറന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെലവിന് വേണ്ടി കടമെടുക്കുന്നത് ഒട്ടും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വയ്ക്കുകയാണ്. പക്ഷെ അതിനർത്ഥം എല്ലാം ഭദ്രമാണ് എന്നുള്ളതല്ല. ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ കൂടെ വേറൊരു കണക്കൂടെ എക്കണോമിക് റിവ്യൂലുണ്ട്. നമ്മുടെ മൂലധന ചെലവ് എന്ന് പറയുന്നത് 1.38% കുറഞ്ഞു വരുന്നുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഭയങ്കര അതെ. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാലും അത്ര ആ ബഡ്ജറ്റിന്റെ ഔട്ട്കം ബഡ്ജറ്റ് എടുത്ത് നോക്കിയാലും അത്ര ശുഭമായ കാര്യങ്ങളല്ല കാണുന്നത്. കാരണം ഓരോന്നിലും ചെലവാക്കിയതിന്റെ അളവ് എടുത്ത് നോക്കുമ്പോൾ പ്രഖ്യാപിച്ചതിലും ചെലവാക്കിയതും തമ്മിലുള്ള റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പം പകുതിയൊക്കെ ഉള്ളൂ. യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. 1200 കോടി രൂപ മറ്റോ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഏതാണ്ട് 600 കോടി രൂപ മറ്റാണ് വ്യവസായ വകുപ്പ് ചെലവഴിക്കുന്നത്. ഒരു ശരാശരി 50%-60% ഇടയ്ക്ക് ഒരു യൂട്ടിലൈസേഷൻ മാത്രമേ നമുക്ക് പല ഇതിലും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും താഴ്ന്നു നിൽക്കുന്നത് മാത്രം നോക്കിയിട്ട് നമ്മൾക്കത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കുറച്ച് ഉയർച്ച ഗവൺമെൻറ് നൽകിയിരുന്നു. 4% വരെ ആകാം എന്ന് ഉയർച്ച സെൻട്രൽ ഗവൺമെൻറ് നൽകിയിരുന്നു. ആ സമയത്ത് കേരളം പറ്റുന്നത്രയും സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ് നടത്തിയിട്ട് 4%-ലേക്ക് റവന്യൂ ഡെഫിസിറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയർത്തി വെക്കുകയാണ് ചെയ്തത്. അതേസമയം മറ്റ് പല സംസ്ഥാനങ്ങളും 3.5% ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടെയ്ൻ ചെയ്തു. എങ്ങനെയാണ് അവർ സ്പെൻഡിങ് നടത്താതെ ഉള്ള പണം ഈവൻ ട്രഷറി ബോണ്ടിൽ വരെ നിക്ഷേപിച്ച് അതിന്റെ ലാഭം നേടി സംസ്ഥാനങ്ങൾ ഗവൺമെന്റ് ഇതിനു വേണ്ടി ചെലവാക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ അവർ വലിയ ബെനിഫിറ്റ് നേടുന്ന ഒരു അതായത് ഫിസ്ക്കൽ റൂൾസിനനുസരിച്ച് പോകുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് വിഭിന്നമായി കൂടുതലായിട്ട് സ്പെൻഡിങ് നടത്തി. ഇപ്പോൾ സർക്കാരുകൾക്ക് എന്തിനാണ് ഇത്രയും പണം അമാസി ഉണ്ടതിൻ്റെ ആവശ്യം എന്താ സാർ? ഒരു നല്ലോണം സ്പെൻഡ് ചെയ്യുന്ന സർക്കാരാണോ നല്ല സർക്കാർ, അല്ലെങ്കിൽ കുറേ പണം കൂട്ടിവെക്കുന്ന സർക്കാരാണോ നല്ല സർക്കാർ എന്നുള്ളത് ഒരു വളരെ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ കൂടുതലായിട്ട് ജനങ്ങൾക്ക് ഈ സർക്കുലേഷൻ ഓഫ് മണി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഫിസ്ക്കൽ സ്പെൻഡിങ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ക്രൈസിസിൻ്റെ സമയത്ത് ഒരു ഫിസ്ക്കൽ സ്പെൻഡിങ് നടത്തുന്ന സർക്കാരാണ് വളരെ നല്ല സർക്കാർ എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അനുഭവം. അപ്പോൾ അത് ആ രീതിയിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്പെൻഡിങ്ങിന് കറക്റ്റ് ആവണമെന്ന് മാത്രം. അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ ഒരുപാട് ബജറ്റുകൾ എല്ലാ വർഷവും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പ്രഖ്യാപനങ്ങളുടെ നടപ്പാക്കലിൻ്റെ വേഗവും അതിൻ്റെ തോതും നമ്മൾ അളന്നു കഴിഞ്ഞാൽ
നമുക്ക് നിരാശയായി ചിലപ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ബജറ്റിൻ്റെ ഔട്ട്കം ബജറ്റിനെ കുറിച്ച് കൂടെ അനിൽ സൂചിപ്പിച്ചല്ലോ, 50% യൂട്ടിലൈസേഷൻ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മളുടെ ഒരു ബജറ്റ് വോള്യം വലുതാക്കി നിർത്തുക എന്ന് പറയുന്നത് ആളുകൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഘടകം. തീർച്ചയായിട്ടും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ട്രാക്ക് കൂടെ ഈ ബജറ്റിൽ കാണുന്ന ഒരു ചേഞ്ച് ഓഫ് ട്രാക്ക് ഉണ്ട്. അതുകൂടെ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൂടുതലായിട്ട് അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 എണ്ണം ഓൾറെഡി അനുവദിച്ചു കഴിഞ്ഞു, 8 എണ്ണം പ്രോസസ്സിലാണ്. അതിന് പുറമെ 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ അനുവദിക്കും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെയാണ് മറ്റ് സ്വകാര്യ നിക്ഷേപങ്ങൾ, ഇപ്പോൾ കായികമായാലും ടൂറിസം ആയാലും വിദ്യാഭ്യാസമായാലും ഒക്കെയുള്ള സ്വകാര്യ നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ തുറന്നിരുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾ ടുഗദർ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ ഈ ബജറ്റിനെ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് മാർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. കാരണം സ്വകാര്യ പങ്കാളിത്തം കുറേ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരെയധികം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോള് കുറഞ്ഞു വരികയാണ്. ഗവൺമെൻറ്റിന് പ്ലേ ചെയ്യാനുള്ള റോളില്ല. കാരണം റോള് വേണമെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ടിനാണ് ഇപ്പോൾ സ്വകാര്യ നിക്ഷേപത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വകാര്യ നിക്ഷേപം സമാഹരിക്കാനുള്ള ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഞങ്ങളൊരു ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 7 മാർക്ക് ഞങ്ങൾ കൊടുക്കും, 7 മാർക്ക് കൊടുക്കും. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലാക്കേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് നമ്മുടെ കേരളത്തിൻ്റെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓരോ സംഗതികളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇഫ് യു ടച്ച് എ ഇഷ്യൂ അപ്പോഴാണ് ശരിക്കും ഓരോ കാര്യങ്ങൾ പുറത്തു വരിക. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ കൂടുതൽ കൺസേൺ ആയിട്ടുള്ള കാര്യം. പ്രഖ്യാപനങ്ങളെല്ലാം നല്ല പ്രഖ്യാപനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വകാര്യ നിക്ഷേപം സ്വാഗതാർഹമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലർക്കിൻ്റെ ബെഞ്ച് ക്ലർക്കിൻ്റെ മുമ്പിലെത്തിയിട്ട് അവിടെ ഒരു ഫയലിന് വേണ്ടി കാത്തിക്കണ ഒരു സ്ഥിതി, അതാണ് ഞങ്ങൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായിട്ടുള്ളത്. ഫയലുകൾ മൂവ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടാവണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു യൂട്ടിലൈസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് അണ്ടർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ഒരു പഠനം നടത്തുന്നില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുകൂടെ ഇത് എത്ര ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തോ ഒരു പഠനം നടത്തൂടാ. ബാക്കി എല്ലാത്തിനും പഠനം നടത്തുന്നുണ്ട്. ഇതെല്ലാ കൊല്ലം സിസ്റ്റമാറ്റിക് ആയിട്ട് കുറേ എല്ലാവർക്കും അറിയാം ഇത് ഇത്ര പറഞ്ഞാൽ ഇത്ര ഉപയോഗിക്കുള്ളൂ എന്ന് പറയാം. നിങ്ങളുടെ ബഡ്ജറ്റ് അങ്ങനെ ചെയ്താൽ പോരെ? എന്നാൽ അങ്ങനെ ഒരു സംവിധാനം അവിടെ കൊണ്ടുവരണ്ടേ? എന്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്യണില്ല? ചേംബറിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സംഗതികൾ നടപ്പാക്കാൻ ശ്രമിക്കണം. അതിനുള്ള കരുക്കൾ അവിടെ നീക്കണം. അതിനുള്ള പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അതിന് തയ്യാറാകണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ 5000 കോടി രൂപ ടൂറിസം മേഖലയിൽ ഒരു വർഷത്തിൽ നിക്ഷേപം ഉണ്ടാകും, സ്വകാര്യ നിക്ഷേപം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ. ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ടൂറിസം ലൊക്കേഷനും വിനോദസഞ്ചാര ലൊക്കേഷനുകളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ എക്കോളജി പ്രധാനമാണ്, പരിസ്ഥിതി നിയമങ്ങൾ പ്രധാനമാണ്, മറ്റ് നിയന്ത്രണങ്ങളുണ്ടാവും. ഇതൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അവിടെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ സാധ്യമാകാം എന്നുള്ള സംഗതിയെക്കുറിച്ചുണ്ട്. ഈ ഭാഗത്ത് ഇതിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ലേ ആദ്യം ചെയ്യേണ്ടത്? തീർച്ചയായും പറഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ പരിസ്ഥിതി ഉള്ളത്. ലോകത്തിലെ എല്ലായിടത്തും ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് എന്നും വളരെ ഫ്രജൈലായിട്ടുള്ള സ്ഥലത്താണ് ടൂറിസം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഡെസേർട്ടിലൊന്നും ഇപ്പോൾ ടൂറിസം ഉണ്ടാവില്ല. ഡെസേർട്ട് റൈഡ് ഉണ്ടാവും, അങ്ങനത്തെ അല്ലാണ്ട് വളരെ എക്കോ ഫ്രജൈലായിട്ടുള്ള സ്ഥലത്താണ് ആൾക്കാർ ടൂറിസം വെക്കുക. അവിടെയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും അതിശയം അത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സാധാരണ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകണമെന്നൊരു ടൂറിസം അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്, ഇൻ്റർനാഷണൽ ലോസ് ഉണ്ട് ഇതിനൊക്കെ ഉള്ളത്. ഇതനുസരിച്ച് ചെയ്താൽ മതി. ഇവിടേക്ക് മാത്രം നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ മാത്രം പുതിയത് പൊന്തി വരരുത്. അതിനൊരു പോളിസി ഉണ്ടാവണം. അത് എല്ലാവർക്കും ഒരേ പോളിസി അപ്ലിക്കബിൾ ആയിരിക്കണം. ഇത് ചില ആളുകൾക്ക് പോളിസി വേണം, ചില ആൾക്ക് പോളിസി വേണ്ട. പരിചയമുള്ളവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്നും നോക്കില്ല. വളരെ സെലക്റ്റീവ് ആവാൻ പാടില്ല. എല്ലാവർക്കും ഒരേ നിയമങ്ങളായിട്ട് സംഗതി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ നിക്ഷേപം 5000 കോടിയല്ല, അതിന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളം ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ കണ്ടമാനം ഇവിടെ സാധ്യതകളുണ്ട്, വളരെയധികം സാധ്യതകളുണ്ട്. ഇതിനൊരു അതിശയോക്തിയല്ല. 5000 കോടിയൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവിടെ വരും, പ്രൊവൈഡഡ് നമ്മൾ അതിനനുസരിച്ചുള്ള സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്
ഈ പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽസ് എല്ലാം തന്നെ. അവസാനമായിട്ട് ഈ പറഞ്ഞതിൻ്റെ തുടർച്ച ഞാൻ ചോദിക്കാം. ഈ സാമൂഹ്യ നിയന്ത്രണത്തോടു കൂടിയുള്ള സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് അനിൽ നേരത്തെ സംസാരിച്ചല്ലോ. ഇപ്പോൾ ടൂറിസം മേഖല ഡെഫിനറ്റ്ലി ഒരുപാട് ചെക്സ് ആൻഡ് ബാലൻസസ് ആവശ്യപ്പെടുന്ന, നിക്ഷേപിക്കുമ്പോൾ ചെക്സ് ആൻഡ് ബാലൻസസ് ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന സംഗതി. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തുണ്ടുഭൂമികൾ യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ കൃഷി നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് പരിശോധിക്കും എന്ന് മന്ത്രി പറയുന്നുണ്ട്. ഇതിന് പാകത്തിന് നിയമങ്ങളിൽ മാറ്റം വരുത്തും. അതുപോലെ പാട്ടത്തിൻ്റെ കാര്യം, വൻകിട തോട്ടങ്ങളുടെ പാട്ടത്തിൻ്റെ കാര്യം മന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിലും ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അത്ര എളുപ്പത്തിൽ നടപ്പാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണോ കേരളത്തിൽ? ഇത് അത്ര എളുപ്പമാണോ? ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ ഈ മാറ്റങ്ങൾ, ഈ നയത്തിലും നിയമത്തിലൊക്കെ ഉള്ള ഈ മാറ്റങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്നൊരു? ഇതിൻ്റെ എല്ലാം നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അത്ര ഒരു ധാരണയില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതിയും സൊസൈറ്റിയുടെ അപ്രോച്ചും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നിയമപരമായ മാറ്റങ്ങളൊക്കെ വരുത്താൻ സർക്കാരിന് സാധിക്കും. പക്ഷെ അത് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അത് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ അഗ്രികൾച്ചറൽ രംഗത്തായാലും അതുപോലെ തന്നെ ടൂറിസം രംഗത്തായാലും ഈ പറയുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അപ്പാടെ മാറ്റി വെച്ചിട്ട് മുഴുവനായിട്ട് സ്വകാര്യ നിക്ഷേപം അനുവദിക്കണമെന്നല്ല പറയുന്നത്. അതിന് കൃത്യമായ നിയമ ഈ ഇക്കോളജിക്കൽ, ഇപ്പോൾ സൂചിപ്പിച്ച ഇക്കോളജിക്കലായിട്ടുള്ള നിയമത്തിൻ്റെയും കൃത്യമായൊരു നയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വകാര്യ നിക്ഷേപം അവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുൻപ് അത് സൂചിപ്പിച്ചു. അതായത് മാനുഫാക്ചറിങ് സെക്ടർ, ഇന്ത്യയിൽ എത്രയോ കാലമായിട്ട് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം ഒക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ്. ഈവൻ പല വർഷങ്ങളിലും നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ഉള്ള മാനുഫാക്ചറിങ് സെക്ടറിന്റെ പെർഫോമൻസ് വളരെ മോശമാണ്. പക്ഷേ കേരളത്തിൽ അത് വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. നോക്കൂ, സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എനിക്കറിയില്ല, അത് ഗ്രൗണ്ടിൽ എത്രമാത്രം ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു സ്റ്റാർട്ടപ്പുകളോടുള്ള ഒരു സമീപനം, അതിലൊക്കെ വളരെ കൃത്യമായൊരു മാറ്റം ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും ഈ പറയുന്ന നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടല്ല, പക്ഷേ അതിൽ കൃത്യമായ ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടും അതിൽ കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററിങ് കൊണ്ടുവന്നുകൊണ്ടും സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ ചെറുകിട മാനുഫാക്ചറിങ് സെക്ടറുകളിലും വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഏറ്റവും നല്ല സമയമാണിപ്പം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായി വരുന്നു. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസത്തിലും എല്ലാം നമുക്ക് പോസിറ്റീവായ ഒരു എഡ്ജ് നിലനിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ക്രൗഡ് ഇന്നിന് വേണ്ടിയിട്ട്, അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ക്രൗഡ് ഇന്നിന് വേണ്ടിയിട്ട് എന്നാൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിൽ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഒറ്റ കാര്യം കൂടെ ചോദിച്ചോളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുൻപെടുത്ത കടം, അതായത് ഇപ്പോൾ കിഫ്ബി എടുത്ത കടം, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി എടുത്ത കടം, ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുക്കടത്തിൻ്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് കടമെടുക്കാവുന്ന പരിധി കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇത്തവണ കിഫ്ബിയിൽ പുതിയ പ്രോജക്ട്സ് ഒന്നും ധനമന്ത്രി അനൗൺസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി വഴി കടമെടുക്കും എന്ന് ധനമന്ത്രി പറയുന്നില്ല. അത് സർക്കാർ നേരിട്ട് ചെയ്യും എന്ന്, മുടക്കം കൂടാതെ കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് ട്രഷറി വഴി നേരിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും ഇല്ലാതിരിക്കെ കഴിഞ്ഞ തവണ പോലെ ഈ സാമ്പത്തിക വർഷവും കേന്ദ്ര സർക്കാർ കടത്തിൻ്റെ പരിധി കുറയ്ക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും? കടത്തിൻ്റെ പരിധി കുറയ്ക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഫിസ്ക്കൽ ആക്ട്, കേന്ദ്ര ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു തരം സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇത്ര നിയന്ത്രിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് യാതൊരു ഫിസ്ക്കൽ ഡിസിപ്ലിനും പാലിക്കാതെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് അർത്ഥം? അത് മാത്രമല്ല, അതെ, പ്രിന്റ് ചെയ്യാമല്ലോ. അത് മാത്രമല്ല, സംസ്ഥാനങ്ങൾ മൊത്തം ചെലവിൻ്റെ 64% മുന്നിൽ നിന്ന് നേരിടുന്നതാണ് സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് 38% റവന്യൂ ഉള്ളൂ.
എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ചെലവിൻ്റെ 34% കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുകയും ചെയ്യും. അവർക്ക് റവന്യൂ 60%-ലധികം റവന്യൂ ഉണ്ട്. അപ്പോൾ അത് വളരെ തലതിരിഞ്ഞ ഒരു ഫിസ്ക്കൽ ഡിവിഷനാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 2, എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കടത്തിനെ ഇത്ര പേടിക്കുന്നത് എന്ന് ആണ് പലപ്പോഴും. കാരണം ബാക്കി പല ഡെവലപ്ഡ് രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു GDP റേഷ്യോ എടുത്തു നോക്കൂ. ആ ഡെപ്റ്റ് ടു GDP റേഷ്യോ പിന്നെ അവരുടെ മിക്കവാറും 100-ൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ GDP-യേക്കാൾ കൂടുതലാണ് അവരെടുത്തിരിക്കുന്ന ഡെപ്റ്റ്. അപ്പം എന്തിനാണ് അതുകൊണ്ടാണ് അമേരിക്ക ഇടയ്ക്കൊക്കെ സ്വന്തം കടത്തിന്റെ ബാധ്യതക്കാരനാവും എന്നൊക്കെ വാർത്തകളൊക്കെ. അതെ, അപ്പം അങ്ങനെ ഒരു തരം കടപ്പേടി ക്രിയേറ്റ്, അതിൽ മാധ്യമങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടി വരും. രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ജനങ്ങളുടെ കടം എന്നുള്ള റാഷണൽ, സർക്കാരിൻ്റെ കടം എന്നുള്ള റാഷണലിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ളൊരു കാര്യം പിന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അതല്ല പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടൊരു കടമെടുക്കുന്നത്, ഗവൺമെൻറ് കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം ഗവൺമെൻറ് ഒരു പെർപെക്ച്വൽ എൻറ്റിറ്റി ആയതുകൊണ്ട്, തുടർന്നു പോകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ആ കടം തിരിച്ചടക്കേണ്ടതില്ല. അത് ഓരോ തവണയും കടം പുതുക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം ഈ കടമെടുക്കുന്ന ആൾ, ഇപ്പം ഞാൻ കടമെടുത്താൽ അല്ലെങ്കിൽ വേറൊരാൾ കടമെടുത്താൽ അയാൾ ഒരു ഡെഫിനിറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് മാത്രമല്ല അയാൾക്ക് നിശ്ചിത വരുമാനം ഉണ്ടാകുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിജപ്പെടുത്തിയ കാലയളവായിരിക്കും. അതെ, റീപേയ്മെന്റ് സാധിക്കണം. അപ്പൊ അത്തരത്തിലൊരു ധാരണ ആളുകളുടെ ഇടയിൽ ഇല്ല. അതുപോലെ തന്നെ പിന്നെ മിക്ക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും കടം ഒരു വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന കടമെടുക്കുന്നത്, കടത്തിന് അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ്. കടമെടുത്ത് വികസനം നടത്താമെന്ന് ഡിസിപ്ലിൻ ഇല്ലാണ്ട് ശരിയാവില്ല. അല്ല, ഡിസിപ്ലിൻ അല്ല, അങ്ങനെ എല്ലാവരും ഇഷ്ടമുള്ള പോലെ കടമെടുക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് ഒരു കൺട്രോൾ ഉണ്ടാവും? അല്ല, ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. പക്ഷെ ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ സ്പെൻഡിങ് നിയന്ത്രിച്ചുകൊണ്ടോ കടമെടുപ്പിന്റെ പരിധി ഏകപക്ഷീയമായിട്ട് സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ട് എല്ലാ ഗവൺമെന്റിനും ഒരേപോലെ നിശ്ചയിച്ചുകൊണ്ടോ നടപ്പാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ ഇപ്പോൾ ഈ ഇത് പറഞ്ഞു, എന്താ പറയുക, പെൻഷൻ പോളിസി കേന്ദ്രത്തിൻ്റെ എല്ലായിടത്തുള്ള പോളിസിയാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ. ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞു അത് ഞങ്ങൾ പുനർപരിശോധിക്കുന്നു പറഞ്ഞു. അത് കേന്ദ്ര എതിരായിട്ടുള്ള സംഗതിയാണ്. കാരണം മൊത്തത്തിലുള്ള സമൂഹത്തിൽ പോകുന്നതിന് എതിരായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ ഓൾറെഡി അത് മാറ്റിക്കഴിഞ്ഞു. അല്ല, എന്തൊക്കെ തന്നെ പറഞ്ഞാലും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിങ് സിസ്റ്റത്തിൽ അല്ല, അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് സാധാരണ എല്ലാ രാജ്യങ്ങളിലും ഇതാണ് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രം പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. ഇത് സ്വകാര്യ മേഖലയിലും ഇപ്പോൾ നമ്മൾ നോക്ക്, ശരിക്കും ഇപ്പോൾ ഒരു സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും വർക്ക് ചെയ്യുന്ന എന്തൊരു അന്തരമാണ് വ്യത്യാസം എന്ന് പറയുക. ഭയങ്കര ചേഞ്ച്, അവർക്ക് കിട്ടുന്ന സാലറിയിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്. കാരണം കേരളത്തിൽ ആ കൂടി ഒരു 5 ലക്ഷം ആളുകളാണ് ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് ഒരു 80% ഇവരുടെ പേയ്മെൻറ്റ് കൊടുക്കാനും ഇവരുടെ സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനാണ് ചിലവാക്കുന്നത്. ബാക്കിയുള്ള 95% ആളും 90 ഞങ്ങളുടെ കണക്ക് പറയുന്നത് ഇത്രയും ശതമാനം ആൾക്കാർ ഞങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ടാക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ടാക്സ് ഉപയോഗിക്കുന്നതൊക്കെ ഈ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത് മറ്റുള്ള ആളുകൾക്കും അറിയിക്കപ്പെടേണ്ട പൈസയാണ്. ഇതൊക്കെ അവർക്കും കൂടി കിട്ടേണ്ട പൈസയാണ്. അവർക്കൊന്നും കിട്ടണമില്ല. അവർക്കൊരു ഇപ്പം ഞങ്ങളൊക്കെ വ്യാപാരികൾ, ഇപ്പം ഞങ്ങളുടെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്ര ടാക്സ് പിരിച്ചു കൊടുക്കുന്നു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ഇടയിൽ 1% ആൾക്കാരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കി 99% ആൾക്കാരും ഫെയിലിയറാണ് ബിസിനസ്സിലും. ഫെയിലിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മീറ്റ് ബോത്ത് എൻഡ്സ് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ എല്ലാവർക്കും ഇതേപോലെയൊക്കെ തന്നെ. പക്ഷേ ഡിസ്പാരിറ്റി ഭയങ്കര കൂടി വരുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാം നടപ്പാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു വോട്ട് ബാങ്ക് ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. അത് എപ്പോഴും ഞങ്ങൾ പറയാറുള്ള ഒരു ചേംബർ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഞങ്ങളിപ്പോൾ വ്യാപാരി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊരു സംഘടനയുണ്ട്, എല്ലാ സംഘടനകളും പറയാറുള്ളതാണ്. ഞങ്ങൾക്കൊരു പെൻഷൻ പദ്ധതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇത്രയധികം എക്സ്ചക്കറിലേക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നതാണ്. ഞങ്ങൾ നേരിട്ടിട്ടല്ലെങ്കിലും നാട്ടുകാരെടുത്ത് പിരിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇൻസെക്യൂർഡാണ് ഞങ്ങൾ കംപ്ലീറ്റ്. 98% ആൾക്കാർ ഇൻസെക്യൂർഡാണ്.
ഈ 5% ഈ 5 ലക്ഷം ആൾക്കാർ മാത്രം സെക്യൂർഡ് ഉള്ളൂ. അവർക്ക് പെൻഷൻ കൊടുക്കുക, അവരെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊടുക്കുക, അവർക്ക് DA വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് മറ്റൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടണില്ല, ആർക്കും കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സ്ഥിതി ഇതാണ്. ഇപ്പോൾ ഈ ബാക്കി എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഒരുപക്ഷെ ക്ഷേമ പെൻഷനോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് എന്തൊക്കെ വളരെ നാമമാത്രമായിട്ട് പെൻഷനിലേ കിട്ടുന്നുള്ളൂ. അല്ല, അതുണ്ടാവാം. അത് വളരെ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക്, അസംഘടിത മേഖലയിലുള്ളവർക്കെല്ലാം അവരുടെ സാലറിയോ വേജസോ അതൊരിക്കലും ഈ വിലക്കയറ്റമായിട്ടോ ഇൻഡെക്സ്ഡ് അല്ല. അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും ഇവിടെ സംസാരിക്കുന്ന ഒരു വളരെ ചെറിയൊരു മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മെജോറിറ്റി ആയിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസേഷൻ നടത്തുന്നത്. ഈ മേഖലയിൽ നമ്മളാരും ചിന്തിക്കണമില്ല, പറയണമില്ല. ഒരു മാധ്യമ പ്രവർത്തകരും പറയണില്ല. മാധ്യമ പ്രവർത്തകർക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലെന്നും കൂടി അവർക്ക് അറിയണില്ല. എല്ലാ കമ്പനികളിലും തന്നെ സ്ഥിതി. എന്നാലും അവർ ഈ 5 ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് DA വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. അതിനെന്തൊരു അവസാനം വരുമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഈ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒരു ക്ലിയർ കട്ട് ഇതിലേക്ക് വന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഫിനാൻഷ്യൽ ഇയറും ധനമന്ത്രി ഈ പറയുന്ന പ്രഷേഴ്സിനൊക്കെ, അതായത് കടമെടുപ്പ് പരിധി കുറച്ച് വയ്ക്കുക, ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ കടമെടുപ്പ് പരിധി കുറച്ച് വയ്ക്കുക, ഇത്തരം ക്രൈസിസിലൂടെ ഒക്കെ ധനമന്ത്രിയും കേരളവും ഒക്കെ കടന്നുകൊണ്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ രീതിയിലുള്ള നടപടികളും. ഇപ്പോൾ കടമെടുപ്പിൻ്റെ മാത്രമല്ല, ബാക്കിയുള്ള റിസോഴ്സസ് ഡിവിസിബിൾ പൂളിൻ്റെ കാര്യത്തിലായാലും ഫൈനാൻസ് കമ്മീഷൻ വഴിയുള്ളതായാലും ഈ പോസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം അതിൽ മാറുക അല്ലാതെ കൂടുതൽ കോഓപ്പറേറ്റീവായിട്ടുള്ള ഫിസ്ക്കൽ ഫെഡറലിസം നയത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോവുക അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന സമരങ്ങളോ അല്ലെങ്കിൽ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളോ ഒക്കെ പരിമിതമായിട്ടുള്ള ഒരു പ്രഷർ ടാറ്റിക്സ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിൽ കൃത്യമായിട്ട് സ്റ്റേറ്റുകൾക്ക്, നമ്മൾ മാത്രമല്ലല്ലോ, ബാക്കി പല സ്റ്റേറ്റുകളും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ നടത്തുന്ന ഒരു പ്രഷർ ടാറ്റിക്സിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രഷറിൻ്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിലൊരു കാഴ്ചപ്പാടിലൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. റൈറ്റ്. ധനമന്ത്രി KN ബാലഗോപാൽ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്, അതിലെ നിർദ്ദേശങ്ങൾ സമാഹരിച്ചതും ഒക്കെ ഏതാണ്ട് ഒരു കത്തിമുനയിലൂടെ നടന്നതുപോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കത്തിമുന അടുത്ത സാമ്പത്തിക വർഷവും കേരളത്തിന് പുറകെ ഉണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഈ ബജറ്റ് അവലോകനം അവസാനിപ്പിക്കുന്നത്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.